കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നോടൊപ്പം വരാന്ന് പറയാതെ ഞാൻ വിടില്ല ചേട്ടായി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. ഞാനും ശ്രീലക്ഷ്മിയും ഇനി അവിടെ താമസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. പറ്റിയൊരു സ്ഥലത്തേക്ക് ഉടനെ മാറിക്കോളാം, ഉടനെ തന്നെ. ഓ, എല്ലാം എനിക്ക് തന്നിട്ട് ചേട്ടായി പോവാണല്ലേ? എനിക്ക് അറിവ് വെക്കാത്ത പ്രായത്തിൽ കയറി വന്നതാ ചേട്ടായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. അന്നു മുതൽ ഈ നിമിഷം വരെ ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ നോവിച്ചിട്ടില്ല. ഇത്ര നാളായിട്ടും ചേട്ടായിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. വഴിമാറി ചിന്തിച്ചത് ഞാനാ. ആ എനിക്ക് പറ്റിയ തെറ്റിന്റെ പേരിൽ ചേട്ടായിയെ എങ്ങോട്ടും വിടില്ല ഞാൻ. പഴയ പോലെ എനിക്ക് ഇനിയും സ്നേഹിക്കാൻ ചേട്ടായി വേണം. സത്യം പറഞ്ഞ അമ്മയും ചേട്ടായി ഇല്ലെങ്കിൽ രഘു ഒരു അനാഥന. കാര്യപ്രാപ്തിയില്ലാത്ത ഒന്നിനും കൊള്ളാത്ത അനാഥ. നമ്മുടെ സ്വർഗത്തിൽ നിന്ന് ഈ വെറും തറയിലേക്ക് കാലുറപ്പിച്ച് രഘു പറയുക, രവിയില്ലാതെ ഈ രഘു ഇല്ല. ഒരേ ഒരു തവണ എന്നോട് ചേട്ടായിക്ക് ക്ഷമിച്ചൂടെ? അറിവില്ലാത്ത പൈതലിന്റെ എടുത്തുചാട്ടമായി കണ്ട് ക്ഷമിക്കാമെന്നാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ വരണം. അതല്ല, പശ്ചാത്താപം നിറഞ്ഞ ഇനിയുള്ള എന്റെ ജീവിതം അമ്മയുടെയും മറ്റും പഴികേട്ട് ജീവിച്ച് തീർക്കണമെന്നാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിത്രയും പറഞ്ഞിട്ടും എന്നെ ചേട്ടാക്കി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ ഒരു മുഴു ഭ്രാന്തനായി പോവും ചേട്ടായി. ശ്രീലക്ഷ്മി, മനസ്സ് വേദനിച്ചപ്പോഴൊക്കെ ഞാൻ നിന്റെ മുന്നിൽ വരാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കതിന് കഴിഞ്ഞില്ല.
ഇങ്ങോട്ട് വരാനുള്ള അനുവാദം പോലും എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ധാരണകളും തെറ്റിദ്ധാരണകളും എത്രമാത്രം ശരിയായിരിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. ചിലർ ധരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് നിന്റെ അനുജനുണ്ടായി. ആ തിരിച്ചറിവാണ് ഒരു മടങ്ങിവരവിന് എന്നെ പ്രേരിപ്പിച്ചത്. എന്നിരുന്നാലും ഈ റൂമിലെ കാഴ്ച കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലായി. കാരണം എന്റെയും ശ്രീലക്ഷ്മിയുടെയും സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ നിന്റെ സമക്ഷത്തിൽ വരേണ്ടി വന്നു. ശ്രീലക്ഷ്മിയെ നിന്റെ മുന്നിലെത്തിച്ചത് നീ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംരക്ഷിക്കണം. നമ്മൾ കാരണം ഇവൾ ഒരിക്കലും തളരരുത്. എല്ലാം മറന്നുള്ള ശ്രീലക്ഷ്മിയുടെ ഈ ഉറക്കം ഞാനായി മുടക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നു എന്ന സത്യം അവൾ അറിയുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന പ്രകാശം നീ കാണണം. നീ കൊടുത്ത ആത്മബലത്തിന്റെ ഫലമാണ് നീ കാണാൻ പോകുന്നത്. നിന്നോട് പ്രത്യേകിച്ച് നന്ദി പറയാൻ ഞാൻ ആളല്ല, എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നമിക്കുന്നു. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, സാർ, ഞാനീ കാണുന്ന സ്വപ്നമൊന്നുമല്ലല്ലോ. സത്യമാണ്. സാർ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? സാരമില്ല, ഞാൻ വന്നില്ല. സാർ, ഒരപേക്ഷയുണ്ട്. എവിടേക്കാണെങ്കിലും സാർ ഒറ്റയ്ക്ക് പോകരുത്. എന്നെയും കൂട്ടണം. ഇനി ഞാൻ എവിടെയും പോകുന്നില്ല. ഇനിയൊരു യാത്ര നമ്മൾ ഒരുമിച്ചാവും, ഉറപ്പ്. രഘു എന്നെ തേടി വന്നിരുന്നു. പാവം, ഒരുപാട് കരഞ്ഞു. പറഞ്ഞുപോയ വാക്കുകൾക്കും എന്നോട് കാണിച്ച പെരുമാറ്റത്തിനും അവൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാൻ മാറിയെന്ന അവൻ പഴയ രോഗിയായ രഘുവായി മാറും. അതെനിക്ക് സഹിക്കാവുന്നല്ല പ്രോ. അതുണ്ടാവരുത്. ഞാൻ അമ്മയെ കണ്ടിട്ടാ വരുന്നത്. അമ്മ തന്നെ തിരക്കുന്നുണ്ട്. ചെന്നമ്മയെ കണ്ടോ? ശരി. ശ്രീലക്ഷ്മിയുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? തന്റെ ആശ്വസിപ്പിക്കലും എന്റെ സാമീപ്യവുമാണ് അതിന് കാരണം. മറ്റൊരു പ്രധാന കാര്യം, താൻ വിശ്വസിക്കുന്നുണ്ടോ അവൾ ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന്? അവൾ കൺമണിയായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ടപ്പോഴുള്ള തിളക്കം ആ മുഖത്തുണ്ടാവില്ലായിരുന്നു. കൺമണിയായ നമ്മളും രാഗസുതയും ഒന്നിക്കുന്നു. പൈസയ്ക്ക് വേണ്ടി സ്നേഹത്തിലൂടെ രവിവർമ്മനെ ചതിച്ച് ഞാൻ രാഗസുതയ്ക്ക് കാഴ്ചവെക്കും. പകയിലൂടെ രവിവർമ്മനെ പൂട്ടുന്ന കർമ്മം രാഗസുത നിറവേറ്റുന്നു. രാഗസുതയ്ക്ക് അവരെ കൊല്ലണം. നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയും വേണം. നമുക്ക് ഒരുമിച്ച് നിന്നാ എല്ലാം എളുപ്പമാവും.
ഹലോ. ഫോണിലേക്ക് ഇപ്പൊ ഒരു വീഡിയോ വന്നില്ലേ, അത് അയച്ച ആളാ സംസാരിക്കുന്നത്. ഇപ്പോ വർമ്മൻ വില്ലയിലെ വീട്ടിലാണെന്നറിയാം. കുറച്ച് കാര്യങ്ങൾ ശ്രീലക്ഷ്മിയോട് മാത്രമായി സംസാരിക്കാനുണ്ട്. മിനിറ്റ്, കൃത്യം 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും. ആ വീട്ടിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ചെന്ന് നിന്ന് എന്റെ കോൾ അറ്റൻഡ് ചെയ്യണം. ഞാനും ശ്രീലക്ഷ്മിയും മാത്രം അറിയേണ്ട ഒരു കാര്യം എന്തിനാ എല്ലാവരെയും അറിയിക്കുന്നത്? അപ്പൊ ശരി, 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ബൈ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഇവിടെ തനെന്താ അവിടെ ഇരിക്കുന്ന? ഒന്നുമില്ല. വാ മേലോട്ടോ. അമ്മ കിടന്നോ? കിടന്നു. അമ്മ വല്ലാണ്ട് ഭയന്നു പോയെന്ന് തോന്നുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒന്നുമില്ലെങ്കിലും അവനെന്റെ അനിയനല്ലേ. നാളെ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം തനിക്കറിയോ? അറിവ് നമുക്ക് എവിടെ നിന്നും കിട്ടും, എന്നാ തിരിച്ചറിവ് കിട്ടുന്നത് പ്രധാനമായും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന്. ഇന്നാണ് എനിക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായത്. ഞാൻ ആര് എന്ന ചോദ്യത്തിന് എന്റേതായ ഒരു ഉത്തരം ലഭിച്ചു. ശ്രീലക്ഷ്മി, എന്തുറ്റി ശ്രീലക്ഷ്മി? ഒന്നുമില്ല സർ. വീട്ടില് അമ്മയൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു സർ. അതുകൊണ്ട് ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ശരി. ഹലോ. വർമ്മൻ വില്ലയിലെ ആൾക്കാരിൽ നിന്നും അകലെയാണെന്ന ശ്രീലക്ഷ്മിയുടെ കിതപ്പ് കേൾക്കുമ്പോ അറിയാം. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ശ്രീലക്ഷ്മി വെറുതെ ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ പറയാം. ശ്രീലക്ഷ്മി ആ വീഡിയോ കണ്ടല്ലോ അല്ലേ? രവിചന്ദ്രവർമ്മന്റെ ഏറ്റവും വലിയ ശത്രുവിനോടാണ് ശ്രീലക്ഷ്മി സന്ധി ചെയ്യുന്നത്.
അത് രവിചന്ദ്രൻ അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാഡം ഞെട്ടണ്ട. ഞെട്ടാൻ മാത്രം ഞാനൊന്നും പറയുന്നില്ല. 1-2 സത്യമായ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇനി രവിവർമ്മന്റെ യഥാർത്ഥ ഭാര്യയല്ല ഇപ്പൊ ഇവിടെ ഉള്ളതെന്നാ രവിവർമ്മന്റെ അമ്മ അറിഞ്ഞാലോ? ഇതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോ അവിടെ തീരും കൺമണി എന്ന പെൺകുട്ടിയുടെ ജീവിതം. നിങ്ങൾ ആ വീഡിയോ ആരെയും കാണിക്കരുത്. ആരെയും കാണിക്കണമെന്നാ എനിക്ക് ആഗ്രഹമില്ല. ഇനി ശ്രീലക്ഷ്മി ചോദിച്ച 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ ഞാൻ പറയാം. എനിക്ക് എന്താണ് വേണ്ടത്? ഉത്തരം സിമ്പിളാണ്. പണം. പണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ശ്രീലക്ഷ്മി എന്ന കൺമണിയുടെ ജീവിതത്തിൽ ധാരാളം ട്വിസ്റ്റുകൾക്ക് സാധ്യതയുള്ള ആ ഷോർട്ട് വീഡിയോയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്ന വില വെറും 50 ലക്ഷം. ആ 50 ലക്ഷം എന്റെ കൈകളിലെത്തിയാൽ എല്ലാ പ്രശ്നവും തീർന്ന സമാധാനത്തോടെ ശ്രീലക്ഷ്മിയായി ഉള്ള കാലം മുഴുവൻ വർമ്മമില്ലേ കഴിയാം. നിങ്ങൾ എന്തായി പറയുന്നത്? ഇത്രയും പണത്തിന് ഞാൻ എവിടെ പോവും? 50 ലക്ഷം രൂപയ്ക്ക് ദൂരെ ഒന്നും പോകണ്ട. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാ നിങ്ങളുടെ ബെഡ്റൂം വരെ പോയാൽ മാത്രം മതി. രവിവർമ്മനോട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ ഒരു ചെക്ക് ഒപ്പിടിച്ചു വാങ്ങുക. അത്രയേ ഉള്ളൂ. ധാരാളം കോടികളിൽ നിന്നും 50 ലക്ഷമല്ലേ ഈ ഉള്ളവൻ ചോദിച്ചോളൂ. അതല്ല തരാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ രാത്രിയോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയാൽ മതി. തന്നാൽ വീഡിയോയുടെ കാര്യം നമ്മൾ തന്നെ അവസാനിക്കും. ശ്രീലക്ഷ്മി എന്ത് പറയുന്നു? അത് എനിക്കൊന്ന് ആലോചിക്കണം. ആ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. നല്ല പോലെ ആലോചിച്ച് എനിക്ക് പണം തരാം എന്നൊരു നല്ല തീരുമാനം എടുത്താൽ മതി. ഇന്നിന് ഞാൻ ശല്യപ്പെടുത്തില്ല. തീരുമാനം അറിയാൻ നാളെ ഞാൻ വിളിക്കാം. ശരി കൺമണി എന്ന ശ്രീലക്ഷ്മി. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. മാഡം തന്നെ പറയും, ഈ ഒരു കാര്യത്തില് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോ ഒരാലോചനയ്ക്ക് പ്രസക്തിയില്ല. അയാൾ ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ കൊടുത്ത് പ്രശ്നം പരിഹരിക്കുന്നതല്ലേ നല്ലത്? അതാണ് മാഡം നല്ലത്. പക്ഷെ ഇത്രയും പണം ഞാൻ എങ്ങനെ സംഘടിപ്പിക്കാനാ? ഇരു ചെവി അറിയാതെ ഇത് സോൾവ് ചെയ്യണം. കാരണം ആ വീഡിയോ ആരെങ്കിലും കണ്ട പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ അവളെ ജയിലിൽ പോയി കണ്ടതിന്റെ ഉദ്ദേശം സാന്ദ്ര മാഡത്തിന് വിശ്വാസമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് അവളെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്റെ വഴിക്ക് വരും. പക്ഷെ ഈ അജ്ഞാതൻ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചുരുക്കി പറഞ്ഞാൽ മാഡത്തിന്റെ നിലനിൽപ്പിന്റെ വിലയാണ് അവൻ ആവശ്യപ്പെട്ട 50 ലക്ഷം. സാർ ഇറ്റലിയിലെ നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ട് മീറ്റിംഗിന് മുംബൈയിലേക്ക് പോകാൻ റെഡിയാവുക. സാർ ഇപ്പൊ തന്നെ ലേറ്റാ. സാർ പോകുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്ന കാര്യം ഞാൻ വിചാരിച്ച നടക്കും. പക്ഷേ സാറിന്റെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോ അത് നടക്കില്ല. ഏതിനും സാർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. മാഡം അത് കഴിഞ്ഞ് കാശുമായിട്ട് പോയാൽ മതി. അപ്പോഴേക്കും ഞാൻ പണം റെഡിയാക്കാം. പക്ഷേ അയാളുടെ ആദ്യത്തെ ഈ ഡിമാൻഡില് പ്രശ്നം തീരുമെന്ന് മാഡത്തിന് വിശ്വാസമുണ്ടോ?
ഇതൊരു തുടക്കം മാത്രമാണെന്നാ എന്റെ ഒരു കണക്കുകൂട്ടല്. മാഡം ആലോചിക്കും.